ഹലോ ഫ്രണ്ട്സ്, നിക്രി സ്റ്റാർ ജോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ തിരുവണ്ണാമലയിലാണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ റൂം എടുത്തിരിക്കുകയാണ്. ഞങ്ങള് കോട്ടയിൽ നിന്നും ഞങ്ങൾ നേരെ ഇപ്പോ തിരുവണ്ണാമല എത്തിയിരിക്കുകയാണ്. അവിടെ അരുണാചലം ഭഗവാനെ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങള് കുറെ കാലമായിട്ട് വിചാരിക്കണം അരുണാചലം ഇവിടെ ഭഗവാനെ വന്ന് കാണണമെന്ന്. ഇന്നാണ് ഒത്തു വന്നത്. ഇവിടെ എല്ലാരും പറയണു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ഒരുപാട് ക്യൂല് നിൽക്കണം, എന്നാലേ ദർശനം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം, നന്നായിട്ട് ദർശനം തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഫോണ് ഏതമ്പലങ്ങളിലും ഫോണ് തിരുപ്പതിയിലാണെങ്കിലും ഒന്നും അലൗഡ് അല്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തോളാം. അപ്പൊ നമുക്ക് അമ്പലത്തിലൊക്കെ വെച്ച് കാണാം. ഇപ്പൊ ഞാൻ റെഡിയാവാൻ പോവാണ്. സമയം ഇപ്പോ 4:45 കഴിഞ്ഞു. 5 മണിക്ക് ലൈനിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഒരുപാട് ടയേർഡായിരുന്നു, ഉറങ്ങാനൊക്കെ ലേറ്റായി. അത് കാരണം 5 മണിക്ക് എന്തായാലും അവിടെ കൂടി നിൽക്കാൻ പറ്റില്ല. മോന് ഇപ്പൊ ഇവിടെ സുഖമായിട്ട് അവനും കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിതാ റെഡിയായി. ഇനി പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കണം, ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ട്സ് റൂമിൽ നിന്ന്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ. കാരണം അവിടെ ഇന്ന് സൺഡേ ആയ കാരണം നല്ല റഷാണ്. മാത്രമല്ല ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുള്ള കാരണം നമുക്ക് കാറ് കൊണ്ട് അകത്തേക്ക് അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ പോകാൻ പറ്റില്ല. ഇവിടുന്ന് നമുക്ക് ഓട്ടോയിൽ വേണം പോവാൻ. 2 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. പിന്നെ അമ്പലത്തിന്റെ വീഡിയോ ഒന്നും നമുക്ക് അകത്തൊന്നും പകർത്താൻ പറ്റില്ല. കാരണം പുറത്തുള്ള വീഡിയോ ഒക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഇതാ എൻ്റെ മോൻ, അവന് മുണ്ടെടുത്ത് കുറച്ച് നടക്കാൻ പ്രയാസമുണ്ട്. 10 മിനിറ്റ് എടുക്കും ഓട്ടോ വരാൻ. അപ്പം ഞങ്ങള് ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ. തമിഴ്നാട് സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് തിരുവണ്ണാമല. ഓട്ടോയിൽ കയറി കുറച്ചു ദൂരം ഇപ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ട്രെയിന് പോകാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളിതാ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങള് നടക്കും. ആ കാണുന്ന മലയെ ശിവലിംഗമായി കണക്കാക്കപ്പെടുന്നു. ശിവലിംഗത്തിന്റെ പ്രതീകമായിട്ടാണ് അണ്ണാമല കുന്നുകളെ കാണുന്നത്. ഇവിടുത്തെ ശിവഭഗവാനെ അരുണാചലേശ്വരൻ എന്നും പാർവതി ദേവിനെ ഉണ്ണാമല അമ്മൻ എന്നുമാണ് വിളിക്കുന്നത്. ഇവിടുത്തെ അതിവിശേഷപ്പെട്ട ഉത്സവമാണ് കാർത്തികോത്സവം. അതിഗംഭീരമായിട്ടാണ് ഇവിടെ കാർത്തികോത്സവം കൊണ്ടാടാറുള്ളത്. നവംബർ ഡിസംബർ ഇടയിൽ വരുന്ന പൗർണമി ദിവസമാണ് കാർത്തികോത്സവമായിട്ട് കൊണ്ടാടാറുള്ളത്. 30 ലക്ഷത്തോളം തീർത്ഥാടകർ ഇവിടെ കാർത്തികോത്സവത്തിന് എത്തിച്ചേരാറുണ്ട്. പൂർണ്ണചന്ദ്രന് ശേഷമുള്ള ദിവസം, അതായത് പൗർണമി ദിവസത്തിൽ ഇവിടെ